ഗൈസ്, അപ്പം എല്ലാവർക്കും അടുത്ത വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഹൈദരാബാദിലെ ഓണം കൂടാൻ വേണ്ടിട്ട് പോവാണ്. എവിടെ വെച്ചാ ഓണം? എവിടെ വെച്ചാ ആർക്കെങ്കിലും അറിയോ? ഏതോ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. നല്ലകടലയോ? നല്ല ഗണ്ല എന്ന് പറയുന്ന ഒരു അതൊരു ഏരിയയിലാണ്. ആ ഒരു ഏരിയയിലാണ് നടക്കുന്നത്. ഇന്നിപ്പോ അരുണിന്റെ ഫാമിലി ഒന്നും വന്നിട്ടില്ല. അരുണിന്റെ ഫാമിലിയൊക്കെ ഇപ്പം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു വേറെ സുഹൃത്തുണ്ട്, രജീഷ് എന്ന് പറയുന്നത്. നമ്മുടെ അരുണിന്റെ ഒരു കൂട്ടുകാരനോടുണ്ട്. നമ്മളെല്ലാരും കൂടാണ് കേട്ടോ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഹൈദരാബാദിലെ ഓണം എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. നാട്ടിൽ പോയപ്പം ഒരു സാധനം മേടിച്ചിട്ടുണ്ടെന്നായിരുന്നു ദച്ചുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ കിട്ടിയത്? വാട്ടർ ബോട്ടിൽ എന്തിനാ നോക്ക്? I told you right there. Thank you. മോനെ എന്താണ്? ക്യാമറ എടുത്ത് വെച്ചാണ്. ഓക്കെ, അപ്പം നമുക്ക് പോയാലോ? അപ്പം നമ്മള് അരുണും പിന്നെ ഫാമിലിയോട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം അരുണും ഫാമിലി വന്ന ഉടനെ നേരെ അങ്ങോട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് നേരെ അവിടുത്തെ പ്രോഗ്രാമിന്റെ അവിടെ ചെന്നിട്ടുള്ള സീനും കാര്യങ്ങളും കാണാം. അരുണും ടീംസിനെയൊക്കെ തിരക്കി നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത ആൾക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റ് കാണിച്ചേ. ഇഷ്ടപ്പെട്ടാ? ആരെളിയാ ഇന്ന ലുക്കാണ്. ഹായ്, ഹലോ, മലയാളിയല്ലേ? ഞാൻ പുള്ളീനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് ഞാൻ പറയാം അരുണിന്റെ ഫ്രണ്ട്. അപ്പൊ വിട്ടാലോ? അപ്പം നമുക്ക് ഇനി ലേറ്റ് ആക്കണ്ട, നമുക്ക് പോയല്ലേ? ആളെ എന്നാ ഫോട്ടോ എടുപ്പാ? ആളിയാ എന്റെ ഫോട്ടോ എടുക്കാൻ? എന്റെ ഫോട്ടോയോ? ക്യാമറ ഇട്ടിരിക്കുന്നത് ഞാൻ നിക്കാം. പിന്നെന്താ? ഷാപ്പി പോണം. ഷാപ്പി പോണോ? ഇന്ന് ഷാപ്പി പോണോന്ന് പറഞ്ഞേ. ഷാപ്പി പോണോന്ന് പറഞ്ഞേ. ഷാപ്പിലൊക്കെ പോണം. കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടല്ലോ. ആര്? നീ? ഞാൻ നമുക്ക് മുണ്ടൊക്കെ എടുക്കാൻ അറിയാലോ. നിങ്ങളുടെ വീട്ടിൽ നമ്മള് വല്ല ഫ്രീക്ക് അല്ല കേട്ടോ. നമുക്ക് മുണ്ടൊക്കെ എടുക്കാൻ അറിയാട്ടോ. അപ്പൊ നമുക്ക് പോവാം. സോ നമ്മളിവിടെ എത്തി. കാറും കൊണ്ട് അകത്ത് പോകാൻ പറ്റത്തില്ല ഗൈസ്. നമ്മൾ കാറ് നമ്മള് വെളിയിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൊടുത്തിട്ട് വരികയാണ്. നമ്മളിപ്പോ നേരെ ഇപ്പം സ്കൂളിനകത്തോട്ട് പോകണം. ഒരു സ്കൂളിൽ വെച്ചിട്ടോ പരിപാടി. നമ്മൾ നേരെ ഇപ്പൊ സ്കൂളിനകത്തോട്ട് പോകാൻ പോവാണ്. ഈ ഒരു സ്കൂളിൽ വെച്ചിട്ടോ പരിപാടി. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവരെത്തിയിട്ടുണ്ട്. എന്താണ് ഇത്ര ലേറ്റ്? സ്ലോ മോഷൻ ഒന്നും ഇല്ലേ? ഇവിടെയാണ് എൻട്രി. നമ്മൾ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റിന്റെ സ്കാൻ കോഡ് കൊടുത്തിട്ട് നമ്മൾ കയറണം. നമ്മുടെ എൻട്രി ഇവിടുന്നാണ്. ആര്? അങ്ങനൊന്നുമില്ല, നിങ്ങൾ വാ. ഇയാൾ എന്തൊരു അങ്ങ് അഭിനയാണ്. ഇത്ര വിനയം പാടില്ല കേട്ടാ. ഇത്ര വിനയൊന്നും വേണ്ട. നമ്മളങ്ങോട്ട് പൊക്കോണ്ടിരിക്കട്ടെ. ക്ലാസ്സൊക്കെ വെച്ചേക്കാം. അകത്ത് പാട്ടൊക്കെ ഉണ്ട്. കോപ്പറേറ്റ് കിട്ടുവളിയാ. ഇവിടെയാണ് കേട്ടോ നമ്മുടെ കാര്യപരിപാടികളൊക്കെ നടക്കുന്നത്. കുട്ടിയൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെ പരിപാടിയുണ്ട്? മ്യൂസിക് ഷോ എന്തിനും ഉണ്ട് ഇപ്പൊ. ഇവിടെ ഫുള്ള് പാട്ട് ബഹളമാണ്. താഴെ വടംവലി നടക്കാൻ പോകണം കേട്ടോ. വടംവലി നടക്കാൻ പോവാണേ. ഇനി താഴോട്ട് പോകാം. താഴോട്ട് പോയല്ലോ. സോ വടംവലിക്കുള്ള വടം ദേ ഇവിടെ കിടക്കും. ഗേൾസും ബോയ്സും എല്ലാവരും ഒരുമിച്ചുള്ള വടംവലിയാണ് കേട്ടോ. ഇവിടെ ഈ സൈഡിൽ ഫുള്ള് ഗേൾസും ബോയ്സും ഉണ്ട്. അതുപോലെ ഈ സൈഡിലും ഉണ്ട് ബോയ്സും ഗേൾസും. ഓക്കെ, ആര് ജയിക്കുന്നു ആർക്കറിയാം, നമുക്ക് കണ്ടറിയാം. എൻ്റെ അമ്മൂ
ഇടതും വലതും നിൽക്കുകയാണ്, അതാണ് ഒന്നാമത്തെ കോമഡി. ഈ സൈഡുള്ളവർ ജയിച്ചോട്ടോ, ഈ സൈഡുള്ളവർ. ബെസ്റ്റ് ഓഫ് 3 ആണ് ഗൈസ്, ബെസ്റ്റ് ഓഫ് 3 ആണ്. റൈറ്റ് സൈഡിലുള്ളവർ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അടുത്ത റൗണ്ട് തുടങ്ങാൻ പോവാണ്. മൂന്നാമത്തെ റൗണ്ടാണ്. അങ്ങനെ ഇവര് ജയിച്ചിരിക്കുന്നു ഗൈസ്. ഫ്രണ്ടാണ് കേട്ടോ ഇത്. പരിചയപ്പെടുത്തിക്ക്, പേര് പറ. I am Rupesh. രൂപേഷ്. ഹരിശങ്കർ. സ്വര. ഹായ് പറ. ഹായ്. ശ്രീരഞ്ജനി. ഓക്കെ. നാട്ടിലെവിടെയാണ്? നാട്ടില് കോഴിക്കോട്. കോഴിക്കോട്. നാട്ടിലെവിടെയാ? കോഴിക്കോടാണ്. ഓക്കെ ഓക്കെ. മാവേലിയുടെ ഊഞ്ഞാലാട്ടം കണ്ടിട്ടുണ്ടോ? അതെ, മാവേലി ഊഞ്ഞാലാടാൻ പോവാണ്. അപ്പം ഇവിടെ ഒരു മ്യൂസിക്കൽ ഷോ ഉണ്ട്, നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. ശരിക്കും പറയുകയാണെങ്കിൽ ഗൈസ്, ഞാൻ കണ്ടില്ല നമ്മുടെ ആക്ടർ ബിനു പപ്പ വന്ന കാര്യം. ഞാൻ ഓർത്തു നമ്മുടെ മാവേലിയെ നമ്മുടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുകയാണെന്ന്. പിന്നെ ആ വൈഡ് ഷോട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായി ആൾ ഓൾറെഡി എത്തിയെന്ന്. എനിക്ക് ആ വെൽക്കം ഷോട്ട് കിട്ടിയില്ല ഗൈസ്. സ്വാതന്ത്ര്യ സമര സേനാനിയെയും ഒരേ കൈയടക്കത്തോടെയും മെയ്വഴക്കത്തോടെയും അവതരിപ്പിച്ച് നമ്മുടെ മനസ്സുകളെ ഒരു ചെറിയ സ്പാനർ കൊണ്ട് ഞോണ്ടിയെടുത്ത് നമ്മുടെ സാക്ഷാൽ ആത്മദളാക്ഷനെ, അതായത് നമ്മുടെ പപ്പുചേട്ടനെ ആദരപൂർവ്വം സ്മരിച്ചുകൊള്ളുന്നു. 90s കിഡ്സിന്റെ ജീവിതഭാഗമായിട്ടുള്ള ഒട്ടനവധി നർമ്മ സംഭാഷണങ്ങൾ നമുക്ക് സമ്മാനിച്ച പപ്പുചേട്ടന്റെ പാരമ്പര്യം 10 മടങ്ങ് ശോഭയോടും തന്മയത്വത്തോടും കൂടി നമ്മളിലേക്ക് എത്തിക്കാൻ ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ബിനു പപ്പു മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ളത് നമുക്ക് അഭിമാനകരമാണ്. സിനിമയുമായി ചിരകാല ബന്ധമുള്ള കോഴിക്കോട് നിന്ന് കലാകാരിക സാംസ്കാരിക രംഗത്തേക്ക് എത്തിയിട്ടുള്ള മഹാരഥന്മാരിൽ ബിനുചേട്ടന് ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ആദ്യ ചിത്രം ഗുണ്ട,
2014 തുടങ്ങിയ അദ്ദേഹത്തിന്റെ യാത്ര ഹെലൻ, ഓപ്പറേഷൻ ജാവ, ഭീമന്റെ വഴി, ഒടുവിൽ നമ്മൾ ഇന്ന് ഏറെ ആഘോഷിച്ച് തുടരുവിൽ എത്തി നിൽക്കുന്നു. SI ബെന്നി അഥവാ ബെന്നി സർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തീർച്ചയായും ഒരു നാഴികക്കല്ലാണ്. ജോർജ് സാറിന്റെ വലം കൈയായി നിന്ന് ബെൻസിനെ നക്ഷത്രം വിളിച്ച ബെന്നി സാറിനെ ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരും തോട്ടമിട്ടിട്ടുള്ളതാണ്. സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ ജനഹൃദയങ്ങളെ കീഴടക്കിയുള്ള അദ്ദേഹത്തിന്റെ പ്രയാണത്തിൽ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരുപാട് കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരുപാട് സംസാരിച്ചൊന്നും ശീലമില്ല. പിന്നെ ഇത്തരം ആള് കൂടുന്ന പരിപാടിക്ക് ഞാൻ അങ്ങനെ പോവാറുമില്ല. ഇത് സുഭാഷിന്റെ പണിയാണ് ഞാൻ നോക്കിയത്. എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു പരിപാടി ഉണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരുപാട് തിരക്കിലാണ്. കാരണം ഒരുപാട് സിനിമയുടെ പണികൾ നടക്കുന്നുണ്ട്. 2 സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പം ഡിസംബറിൽ തുടങ്ങാനിരിക്കുന്ന ലാലേട്ടൻ്റെ അടുത്ത വർത്തിൻ്റെയും ഞാൻ എഴുതുന്ന ടൈം ഡയറക്റ്റ് ചെയ്യുന്ന വർത്തിൻ്റെ അത് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ 2ൻ്റെയും പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. വേറെ സിനിമയുടെ ചിത്രീകരണമൊക്കെ നടക്കുന്നുണ്ടാവും. പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, ബ്രോ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞാൽ ശരി നോക്കാം. അപ്പം ഇങ്ങനെയും ഒരു ഡേറ്റ് ഒത്തു വന്ന് ഞാൻ എന്നോട് പറഞ്ഞു. അപ്പം അതിന് പകരമായിട്ട് ഇങ്ങനെ നാട്ടിൽ കൊണ്ടുപോകാൻ കുട്ടീനെ നേരിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കോ ഈ ആളുകൾ ഉണ്ടാവില്ല, ഞാനൊക്കെ എടുക്കും. ഇവിടെ ഈ ഒരു പരിപാടിയിൽ വരാൻ സാധിച്ചതും ഇത്രയധികം മലയാളീസിന് എന്തെന്ന് അറിയാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം. എനിക്കങ്ങനെ പ്രസംഗിച്ച് ശീലമില്ല. ലൈക്ക് ഇഫ് യു വാണ്ട് ടു ഹാവ് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ ഐ ആം റെഡി ഫോർ ദാറ്റ്. ലൈക്ക് ആർക്കും എന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ലൈക്ക് യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. സദ്യ കഴിക്കാൻ പോവല്ലേ? വിശക്കുന്നുണ്ടോ? സോ ഇവിടെയാണ് കേട്ടോ നമുക്ക് ഫുഡ് റെഡിയാക്കി കഴിക്കുന്നത്. നമ്മുടെ വിഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പരിപ്പുവട. നമുക്കിനി ഓണസദ്യ കഴിക്കാം. മോളെ കഴിച്ചാലോ? ഇവിടെ തീർത്ത് ഇവിടെ വിളമ്പുന്നതിന് മുമ്പ് തീർത്ത് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ രണ്ടാമത്തെ ഒന്നുമല്ല, 3, 4 എന്തോയി ഈ വർഷത്തെ 4ാമത്തെ 5ാമത്തെ ഓണസദ്യ എന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കൊള്ളാവോ? അവിയലോ? ആന്ധ്ര സ്റ്റൈലാണെന്ന് സാമ്പാർ ആണോ? അപ്പം ഇനി ഓണസദ്യ കഴിച്ചിട്ട് ബാക്കി കാര്യപരിപാടികളും കഴിക്കട്ടെ. എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. സാമ്പാർ ഹൈദരാബാദ് സ്റ്റൈലിലാണ് കേട്ടോ സാമ്പാറൊക്കെ. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. സദ്യയൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോഴും സദ്യ കഴിഞ്ഞിട്ടില്ല, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഇനി 2 പ്രോഗ്രാം കൂടെ ഉണ്ട്. തിരുവാതിര കളി, അതുപോലെ ചാക്യാർകൂത്തും ഉണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ ഡാൻസും പരിപാടിയും തുടങ്ങി കേട്ടോ. നിങ്ങൾ ഡാൻസും പരിപാടിയും കാണിച്ചു തരാം. നമ്മുടെ ബ്രേക്ക് ഡാൻസ് ഒക്കെ പുഴു മറ്റേ
മനസ് എന്ന് പറയുന്ന മലയാളി അസോസിയേഷനാണ് കേട്ടോ ഈ പരിപാടി കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ടാണ് അവർ ഈ പ്രോഗ്രാം എല്ലാം കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ മനസ്. നാട്ടിലെ വൈബ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വർഷവും ഇതിനേക്കാൾ നന്നായിട്ട് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഇനിയിപ്പോൾ ഉള്ളത് ചാക്യാർ കൂത്താണ് കേട്ടോ. ചാക്യാർ കൂത്ത് ചാക്യാർ കൂത്ത് ഒരു മലയാളി കുട്ടിയെ പോലെ അല്ലേ? അപ്പം ഹായ് മലയാളി കുട്ടി. നോ മൈക്ക് യു ദേ കാൻ ഹിയർ. അപ്പം അടുത്തതിന് ഒരു ചെറിയൊരു ചാക്യാർ കൂത്ത് പരിപാടിയാണ് കേട്ടോ. അപ്പം എന്താ ഇവിടെ ഒരു ലക്കി ഡ്രോ പരിപാടി ഉണ്ട്. നമ്മളിവിടെ ലക്കി ഡ്രോ എടുത്തേക്കുന്ന പുള്ളി ഇവിടെ കൊണ്ടു തന്നാണ്ട് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലക്കി ഡ്രോ ഇപ്പം തന്നെ അറിയാൻ പറ്റും. കാത്തിരുന്ന് കാണുക. നമുക്ക് അടിക്കോ ഇല്ലയെന്ന് നോക്കാം. പറക്കി കൊടുക്കുകയാണ്. രണ്ടുപേര് കൊടുത്തു. കൊണ്ടിട്ട് അവിടെ വട്ടക്കത്തോണ്ടിടാൻ അവര് കൊണ്ടിടാൻ പോവാണ്. ദൈവമേ കിട്ടണേ. എന്റെ പേര് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലക്കി ഡ്രോ ഇപ്പം കഴിയും. ആർക്കടിച്ചാലും എനിക്കുള്ളതാണ്. ഹലോ സുപ്രിയ. പോയിട്ടോ. Please collect the token of love from Malabar Gold. ഗിഫ്റ്റ് കിട്ടി. Thank you so much, Supriya. Next. ഞാൻ പറഞ്ഞില്ലേ ഗിഫ്റ്റ്. അളിയ ഞാൻ പറഞ്ഞില്ലേ കിട്ടുമെന്ന്. അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് 5 എഴുതി കൊണ്ടിട്ടിരിക്കുന്നു. ഞാൻ സനീഷ് എന്നായിരിക്കുന്നു. ഓ ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റ് ആദ്യത്തെ തന്നെ നമുക്ക് കിട്ടി. ഗൈസ് അയ്യോ ലക്കിയാണല്ലോ. നീ ലക്കിയാ? ഞാൻ ലക്കിയാണോ? ഒരു പെട്ടെന്ന് സുപ്രിയ. ഞാനന്ന് റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ വിട്ടും പോയി. പെട്ടെന്ന് സുപ്രിയാന്ന് വിളിച്ചു. എന്റെ പോലെ നമുക്ക് വണ്ടി പോയിരുന്നു. അയ്യോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതെന്തരോ ഇത് മറ്റേ കിച്ചൺ സെറ്റ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഭാര്യയും ഭർത്താക്കളുമായിട്ടൊക്കെ കൊണ്ടുവന്ന് കിട്ടി. ഇത്രയും ഭാഗ്യമുള്ള ജീവിതം അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. നീ കാരണം സത്യം അയ്യോ ആണിയ സത്യം പറയാൻ ഭാഗ്യമില്ലടിയാ. ഇങ്ങനെ ഭാഗ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാ സത്യം. മോളെ ഇതിനകത്ത് ക്ലോക്കാന്ന് തോന്നുന്നു കേട്ടാ. ഫോൺ നമ്പർ കഴിഞ്ഞോളിയാ. താങ്ക് യു. എന്റെ പൊന്നോ സീരിയസ്ലി പറയാലോ. ഞങ്ങള് വെക്കണ്ടെന്ന് വിചാരിച്ചാണ്. സത്യം ഞങ്ങൾ ഭാര്യയും ഭർത്താവാണ്. ഞങ്ങൾ കിട്ടിയതാണ് മെയിൻ കാര്യം. ഓക്കെ താങ്ക് യു. സീരിയസ്ലി എന്റെ പൊന്നോ ഇത്രയും ലക്കം എനിക്ക് അറിയത്തില്ല കഴിച്ചേ. ഞാനിപ്പോ വിചാരിച്ചാട്ടെ സത്യം ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്നെ വിളിക്കും. ഞാൻ ആദ്യം അളിയാ ഞാൻ പറഞ്ഞല്ലേ ആദ്യം തൊട്ടേ അല്ലേ എന്നെ വിളിക്കുന്നത്. സാധനം എന്നെ വിളിച്ചത് ഇപ്പോഴാണ്. ഈ ബ്ലോഗിലെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത രണ്ടാമത്തെ ആണ്. അടുത്ത ഭീമയുടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതോടെ അടിച്ചിട്ടുണ്ട് അളിയെ ഞാൻ പോയി ലോട്ടറി എടുക്കും.
അടുത്ത നമ്മൾ ഭീമയുടെ കൊടുത്തിട്ടുള്ള ഭീമയെ അടിക്കുമെന്ന് നോക്കാം. മനീഷ കിട്ടിയില്ല. ഭീമ ഏതെങ്കിലും കിട്ടണേ. ലാസ്റ്റ് പോയി. ഇല്ല, കിട്ടിയത് വെച്ചിട്ട് സന്തോഷിക്കാം. പിന്നെ 2 കിട്ടിയില്ലേ, പിന്നെ വലിയ കാര്യം. അയ്യോ, സത്യം പറയുകയാണെങ്കിൽ ഈ വ്ളോഗിലെ ഏറ്റവും ഹൈലൈറ്റ് സാധനമായിരുന്നു കേട്ടോ ഇത്. സത്യം. ഒരാളുടെ ടിക്കറ്റ് 600 രൂപയാണ്. ഞങ്ങൾ എന്തായാലും മുതലെടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഗിഫ്റ്റ് തുറക്കുന്ന പരിപാടിയിലാണ്. ഓളിയോ മലബാർ ഗോൾഡ്, ഒരു ചാക്ക് ഗോൾഡ് അളിയാ, 1 കിലോ സ്വർണം, 12 ഡിന്നർ സെറ്റ്. നമുക്ക് ഒരു ഡിന്നർ സെറ്റ് ആണ് കേട്ടോ, 12 പീസിന്റെ ഒരു ഡിന്നർ സെറ്റ് ഉണ്ട്. നമുക്കൊന്ന് പോയിട്ട് ഡിന്നർ ഇതിലാണേ. ഇതെന്താ നോക്കട്ടെ. എന്നാ തുറന്നോ. ഇത് ക്ലോക്ക് ആയിരിക്കും. ഇത് ക്ലോക്ക്. ഒരു മലബാർ ഗോൾഡിന്റെ ഒരു ക്ലോക്കും അതുപോലെ ഒരു 12 പീസിന്റെ ഒരു ഡിന്നർ സെറ്റും ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. സാധനം കൊള്ളാം കേട്ടോ, ക്ലാസ് സാധനം. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചാക്യാർകൂത്ത് സ്റ്റാർട്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിരിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നോക്കിയേ. ഈ ഒരു വ്ളോഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഗൈസ്. അപ്പം വ്ളോഗ് ഇനി വൈൻഡപ്പ് ചെയ്യണ്ടേ ഗൈസ്. അപ്പം ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു കാണോ ഇല്ലേ അളിയാ? പെടണം, വേറെ മാർഗമില്ലല്ലേ. അടുത്ത വ്ളോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതന്നെ ബെല്ലും കൂടെ അമർത്തിയേരാ ഗൈസ്. അപ്പം ആണോ ഇവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫോട്ടോ വേണ്ടേ? ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം അടുത്ത വ്ളോഗായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.